പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചെയ്യുന്നത് എക്സസൈസ് 1.3യുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മുതലാണ്. ഇതിനു മുമ്പ് ഞാനിതിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ എക്സസൈസുകൾ കാണുക. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. മേക്ക് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ബൈ ഫില്ലിംഗ് ഇൻ ദ സിമ്പിൾ സബ്സെറ്റ് ഓർ നോട്ട് എ സബ്സെറ്റ് ഇൻ ദ ബ്ലാങ്ക് സ്പേസസ്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഈ ബ്ലാങ്ക് സ്പേസസിൽ ഈ രണ്ട് സിമ്പിൾസിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ച് നമ്മൾ ഫില്ല് ചെയ്യണം. അപ്പോൾ നോക്കിയേ, ഫസ്റ്റ് സെറ്റ് 2 3 4, ഇവിടെ സെറ്റ് 1 2 3 4 5. അപ്പോൾ ഇവിടെ ഒന്നെങ്കിൽ സബ്സെറ്റ് അല്ലെങ്കിൽ നോട്ട് എ സബ്സെറ്റ് അങ്ങനെയാണ് വരിക അല്ലേ. അപ്പോൾ 2 3 4 ഈ തന്നിരിക്കുന്ന സെറ്റിൻ്റെ സബ്സെറ്റ് ആകണമെങ്കിൽ എന്തായിരിക്കണം? 2 3 4ലുള്ള എല്ലാ എലമെൻറ്റ്സും എവിടെ ഉണ്ടായിരിക്കണം? ഈ സെറ്റിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ 2ഉം 3ഉം 4ഉം എവിടെയുണ്ട്? ഈ സെറ്റിലുണ്ട് അല്ലേ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? 2 3 4 ഈസ് എ സബ്സെറ്റ് ഓഫ് 1 2 3 4 5. ഈ സിമ്പിളാണ് വരിക. അടുത്തത് എ ബി സി ബി സി ഡി. അപ്പോൾ എ ബി സി ഇതിൻ്റെ സബ്സെറ്റ് ആണെങ്കിൽ ഈ എയും ബിയും സിയും എവിടെ വേണം? ഈ സെറ്റിനകത്ത് വേണം. എ ഈ സെറ്റിനകത്തില്ല അല്ലേ. എയിലുള്ള എലമെൻറ്റ് ഈ സെറ്റിലില്ല. അപ്പോൾ തന്നെ നമുക്ക് എന്ത് പറയാം? ഇത് സബ്സെറ്റ് അല്ല എന്ന് പറയാം. അപ്പോൾ ഏത് സിമ്പിളാണ്? ഈ സിമ്പിളാണ് ഇവിടെ വരിക. കൂടുതലൊന്നും നമ്മൾ ബാക്കി എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. എ എന്ന് പറയുന്ന എലമെൻറ്റ് ഈ സെറ്റിൽ ഇല്ലാത്തത് കൊണ്ട് ഇത് സബ്സെറ്റ് അല്ല. സബ്സെറ്റ് ആണെങ്കിൽ ഈ സബ്സെറ്റിലെ എല്ലാ എലമെൻറ്റ്സും എവിടെ വേണം? ഈ സെറ്റിനകത്ത് കണ്ടിരിക്കണം. അടുത്തത് x such that set of all x such that x is a student of class 11 of your school. അപ്പോൾ ഈ സെറ്റിൽ വരുന്നത് ക്ലാസ് 11ലെ സ്റ്റുഡൻ്റ് ആണ്. ഇവിടെ വരുന്നതോ the set of all x such that x is a student of your school. ഇവിടെ വരുന്നത് നിങ്ങളുടെ സ്കൂളിലെ സ്റ്റുഡൻസ്. അപ്പോൾ ഇവിടെ സ്കൂളിലെ സ്റ്റുഡൻസ് ആണ് ഈ സെറ്റിൽ വരുന്നത്. ഇവിടെ വരുന്നത് നിങ്ങളുടെ ക്ലാസ് 11ലെ സ്റ്റുഡൻ്റ് ആണ് വരുന്നത്. അപ്പോൾ ഈ ക്ലാസ് 11ലെ സ്റ്റുഡൻറ്റ് എവിടെയുള്ള സ്റ്റുഡൻറ്റ് തന്നെയാണ്? നിങ്ങളുടെ സ്കൂളിലുള്ള സ്റ്റുഡൻറ്റ് തന്നെയാണ്. അപ്പോൾ ഈ സെറ്റിലുള്ള ഈ സ്റ്റുഡൻറ്റ് എവിടെ വരും? ഈ സെറ്റിലും വരും. അപ്പോൾ ഇതെന്താണ്? ഇത് സബ്സെറ്റാണ്. ഈ സിമ്പിളാണ് യൂസ് ചെയ്യുക. അടുത്തത് എക്സ് ഈസ് എ സർക്കിൾ ഇൻ ദ പ്ലെയിൻ. ഒരു പ്ലെയിനിലെ സർക്കിള്. അടുത്ത് ഇവിടെയോ എക്സ് ഈസ് എ സർക്കിൾ ഇൻ ദ പ്ലെയിൻ വിത്ത് റേഡിയസ് 1 യൂണിറ്റ്. അപ്പോൾ ഈ സെറ്റിനകത്തുള്ളത് 1 യൂണിറ്റ് റേഡിയസ് ഉള്ള സർക്കിളാണ്. പക്ഷേ ഇതിനകത്തുള്ളത് പ്ലെയിനിലെ സർക്കിളിനെ പറഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ റേഡിയസ് എത്രയാണ് എന്ന് പറഞ്ഞിട്ടില്ല. എത്ര റേഡിയസ് ഉള്ള സർക്കിൾ വേണമെങ്കിലും ഇവിടെ വരാം. ഇപ്പോൾ ഇവിടെ 2 യൂണിറ്റ് ഉള്ളത് ഉണ്ടെങ്കിൽ ഇത് ഈ സെറ്റിനകത്ത് വരത്തില്ല. വന്നാൽ മാത്രമേ എന്താകത്തുള്ളൂ? ഇത് ഈ സെറ്റിൻ്റെ സബ്സെറ്റ് ആകത്തുള്ളൂ. അപ്പോൾ ഇവിടെ അങ്ങനെ പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് നമുക്ക് ഏത് സിമ്പിൾ യൂസ് ചെയ്യാം? ഈ സിമ്പിൾ നമുക്കിവിടെ യൂസ് ചെയ്യാം. ഇത് സബ്സെറ്റ് അല്ല. ഇനി അടുത്തത് ദ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ ട്രയാങ്കിൾ ഇൻ എ പ്ലെയിൻ. അപ്പോൾ ഈ സെറ്റിലുള്ളത് പ്ലെയിനിലുള്ള ട്രയാങ്കിളാണ്. എക്സ് ഈസ് എ റെക്റ്റാങ്കിൾ ഇൻ എ പ്ലെയിൻ. ഇവിടെ എന്താണ്? റെക്റ്റാങ്കിളാണ്. ഈ സെറ്റിലുള്ളത് റെക്റ്റാങ്കിളും ഈ സെറ്റിലുള്ളത് ട്രയാങ്കിളുമാണ്. അപ്പോൾ ഇത് സബ്സെറ്റ് ആകുമോ? ഈ ട്രയാങ്കിൾ ഈ സെറ്റിലുണ്ടോ? ഇല്ല. ഇവിടെ എന്താ ഉള്ളത്? റെക്റ്റാങ്കിളാണുള്ളത്. അപ്പോൾ ഈ സെറ്റ് ഇതിൻ്റെ സബ്സെറ്റ് അല്ല. അപ്പോൾ 5th വണ്ണും സബ്സെറ്റ് അല്ല. അടുത്തത് ദ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഈക്വിലേറ്ററൽ ട്രയാങ്കിൾ ഇൻ എ പ്ലെയിൻ. ഒരു പ്ലെയിനിലുള്ള ഈക്വിലേറ്ററൽ ട്രയാങ്കിളാണ് ഇവിടുത്തെ എക്സ്. ഇവിടെയോ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ ട്രയാങ്കിൾ ഇൻ ദ പ്ലെയിൻ, സെയിം പ്ലെയിൻ. ഇവിടെ ട്രയാങ്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെ ട്രയാങ്കിൾസ് വരാം? ഈക്വിലേറ്ററിൽ വരാം, സ്കേലൻ വരാം, ഐസോസെലസ് വരാം, എല്ലാം വരാം അല്ലേ. ഈ സെറ്റിനകത്ത് ഇതെല്ലാം വരും. ഈ സെറ്റിനകത്ത് ഈക്വിലേറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഈക്വിലേറ്ററൽ ട്രയാങ്കിൾ ഈ ട്രയാങ്കിളിൻ്റെ ഈ സെറ്റിനകത്ത് വരാം ഇല്ലേ. അതുകൊണ്ട് എന്താണ്? ഇത് സബ്സെറ്റാണ്. ഈ സെറ്റ് ഇതിൻ്റെ സബ്സെറ്റാണ് എന്ന് പറയാം. അടുത്തത് എക്സ് ഈസ് ആൻ ഈവൻ നാച്ചുറൽ നമ്പർ. ഇവിടെ എക്സ് ഈസ് ആൻ ഇൻറ്റിജർ. അപ്പോൾ ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് ഇതിലുള്ളതാണ്? ഇൻറ്റിജറിനകത്തുള്ളതാണ്. അപ്പോൾ ഈ സെറ്റിലുള്ള എലമെൻറ്റ്സ് എല്ലാം എവിടെ വരും? ഇൻറ്റിജർ എന്ന് പറയുന്ന ഈ സെറ്റിനകത്ത് വരും. എവരി ഈവൻ നാച്ചുറൽ നമ്പർ ഈസ് ആൻ ഇൻറ്റിജർ. അതുകൊണ്ട് ഈവൻ നാച്ചുറൽ നമ്പർ ഈ സെറ്റിൻ്റെ സബ്സെറ്റാണ്. അപ്പോൾ ഏത് സൈനാണ് വരിക? ഈ സൈനാണ് വരിക.
മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ ഉള്ളതിൻ്റെ സബ്സെറ്റാണ് ഇതെങ്കിൽ ഇതിലുള്ള എല്ലാ എലമെൻറ്റ്സും ഇവിടെ വേണം, ഈ സൈഡിലുള്ളതിലുണ്ടായിരിക്കണം, എന്നാൽ മാത്രമേ സബ്സെറ്റ് ആകത്തുള്ളൂ. ഇനി അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സാമിൻ വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ ഓർ ഫോൾസ്. നമുക്ക് ഈ തന്നിരിക്കുന്നത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് എക്സാമിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കിയേ, സെറ്റ് എ ബി നോട്ട് എ സബ്സെറ്റ് ഓഫ് ബി സി എ, ഇത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് പറയണം. അപ്പോൾ നോക്കിയേ, സബ്സെറ്റ് അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സബ്സെറ്റ് ആകണമെങ്കിൽ ഇതിലുള്ള എല്ലാ എലമെൻറ്റ്സും ഇതിലുണ്ടായിരിക്കണം. ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. എ ഇവിടെയുണ്ട്, ഇതിലുമുണ്ട്. ബി ഇവിടെയുണ്ട്, ഇവിടെയുമുണ്ട്. അപ്പോൾ ഈ എ ബി എന്ന് പറയുന്ന സെറ്റ് ഇതിനകത്തുണ്ട്. എ ബി ഇതിൻ്റെ സബ്സെറ്റാണ്. പക്ഷെ അവരെന്താ പറഞ്ഞിരിക്കുന്നത്? സബ്സെറ്റ് അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതെന്താണ്? ഈ സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണ് അല്ലേ? സിൻസ് എവരി എലമെൻറ്റ് ഓഫ് ദിസ് സെറ്റ് എ ബി ഈസ് ഓൾസോ ആൻ എലമെൻറ്റ് ഓഫ് ദിസ് സെറ്റ് ബി സി എ, ദെയർഫോർ എ ബി സബ്സെറ്റ് ഓഫ് ബി സി എ. അപ്പോൾ ഇത് ഫോൾസ് ആണ് കേട്ടോ. അടുത്ത എ ഇ സബ്സെറ്റ് ഓഫ് the set of all x such that x is a vowel in the English alphabet. ഇംഗ്ലീഷ് ആൽഫബറ്റിലെ വവൽസ് എന്തൊക്കെയാണ്? എ, ഇ, ഐ, ഒ, യു. ഇതാണ് ഇംഗ്ലീഷ് ആൽഫബറ്റിലെ വവൽസ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന എയും ഇയും ഇതിനകത്തുള്ളതാണ്, സബ്സെറ്റാണ്. എയും ഇയും അപ്പോൾ ഇതിൻ്റെ സബ്സെറ്റാണ്. അതുകൊണ്ട് രണ്ടാമത്തത് എന്താണ്? രണ്ടാമത്തത് ട്രൂ ആണ്. ഇനി അടുത്തത് 1, 2, 3 is a subset of 1, 3, 5. നോക്കിയേ, ഇവിടെ 2 എന്ന് പറയുന്ന എലമെൻറ്റ് ഇതിനകത്തില്ല. സബ്സെറ്റ് ആകണമെങ്കിൽ ഈ 3 എലമെൻറ്റ്സും ഈ സെറ്റിനകത്ത് കാണണം. പക്ഷേ 2 എവിടെ ഇല്ല? ഇവിടെ ഇല്ല. അതുകൊണ്ട് ഇതെന്തല്ല? സബ്സെറ്റ് അല്ല. പക്ഷേ അവരെന്താ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? ഇത് സബ്സെറ്റ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫോൾസ്. അടുത്തത് എ ഈസ് എ സബ്സെറ്റ് ഓഫ് എ ബി സി. അപ്പോൾ ഈ എ എന്ന് പറയുന്നത് എവിടെയുണ്ട്? ഈ സെറ്റിനകത്തുണ്ട്. എ ഈസ് ആൻ എലമെൻറ്റ് ഓഫ് എ ബി സി. അതുകൊണ്ട് ഇത് സെറ്റാണ്, സബ്സെറ്റാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അതുകൊണ്ട് ഇതെന്താണ്? ട്രൂ ആണ്. അടുത്തത് സെറ്റ് എ ബിലോങ്സ് ടു സെറ്റ് എ ബി സി. ഇത് ട്രൂ ആണോ ഫോൾസ് ആണോ? ഇവിടെ സെറ്റ് എ എന്ന് പറയുന്നത് ഈ സെറ്റിൻ്റെ സബ്സെറ്റാണ് ഇല്ലേ? സെറ്റ് എ എന്ന് പറയുന്നത് ഈ സെറ്റിൻ്റെ സബ്സെറ്റാണ്. അല്ലാതെ ഇവിടെ തന്നിരിക്കുന്ന സിമ്പിൾ നമുക്ക് എന്താണ്? എലമെൻ്റ് ആണെന്നുള്ള സിമ്പിളാണ് തന്നിട്ടുള്ളത് അല്ലേ? ഇവിടെ സെറ്റ് എ എന്ന് പറയുന്നത് ഈ സെറ്റ് എ ബി സിയിലെ എലമെൻ്റ് അല്ല, എന്താണ്? സെറ്റാണ്. അപ്പോൾ ഇതെന്താണ്? ഫോൾസ് ആണ്. അത് നിങ്ങൾ നന്നായി ശ്രദ്ധിച്ചെഴുതുക കേട്ടോ. ഇവിടെ എലമെൻ്റ് എന്നുള്ള സിമ്പിളാണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ? പക്ഷേ ഇതെന്താണ്? സബ്സെറ്റാണ്. ഈ എ ബി സിയുടെ സബ്സെറ്റാണിത്. അപ്പോൾ ഇതെന്താണ്? ഫോൾസ് ആണ്. അടുത്തത് ദ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഈവൻ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6 ഈസ് എ സബ്സെറ്റ് ഓഫ് ദ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ വിച്ച് ഡിവൈഡ്സ് 36. അപ്പോൾ ഇവിടെ എന്ത് വരും? 6-നേക്കാട്ടിൽ ലെസ്സായിട്ടുള്ള ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് ആണെങ്കിൽ 2ഉം 4ഉം വരും. ഇവിടെ നാച്ചുറൽ നമ്പർ വിച്ച് ഡിവൈഡ്സ് 36, അതിനകത്ത് എന്തൊക്കെ വരും? 1, 2 വരും, 3 വരും, 4 വരും, 6 വരും, 9 വരും, 12 വരും, 18 വരും, 36 വരും അല്ലേ? അപ്പോൾ 2ഉം 4ഉം എവിടെയുണ്ട്? ഇതിനകത്ത് വരുന്നുണ്ട്. ബട്ട് ദ സെറ്റ് 2 and 4 ഈസ് ദി സബ്സെറ്റ് ഓഫ് സെറ്റ് 1, 2, 3, 4, 6, 9, 12, 18, 36 അല്ലേ? അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ് എന്ന് പറയാം.